ചാപ്റ്ററിലെ ഒരു സെക്ഷനാണ്, ചെറിയൊരു സെക്ഷനാണിത്. ഈ ക്ലാസ്സിൽ ഞാനിത് പഠിപ്പിച്ചതാണ് പകുതി, അപ്പം കുട്ടികൾ കുറവായതുകൊണ്ട് ഞാനൊന്നുകൂടി അത് ആദ്യം മുതൽ സെക്ഷൻ്റെ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് അയക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സീരീസ് ഓഫ് ഫങ്ഷൻസ് ആണ് പഠിക്കുന്നത്. സീരീസ് ഓഫ് ഫങ്ഷൻസിന് മുമ്പ് നമ്മൾ റീകോൾ ചെയ്യേണ്ടത് സീരീസ് ഓഫ് നമ്പേഴ്സ് എന്താണ്. സീരീസ് ഓഫ് നമ്പേഴ്സ്, നമുക്കൊരു ഫൈനൈറ്റ് സമ്മ് എന്താണ് നമുക്കറിയാം. ഫൈനൈറ്റ് സം ഓഫ് നമ്പേഴ്സ് A1 + A2 + എക്സെട്ര + AN ഇതൊരു ഫൈനൈറ്റ് സമ്മാണ്. അപ്പോൾ ഇറ്റ്സ് എ ഫോർമൽ എക്സ്പ്രഷൻ ഓഫ് n നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ A1 A2 എക്സെട്ര AN. അതിന് നമ്മൾ സം ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കൊരു ആൻസർ ഇവിടെ കിട്ടും അല്ലേ. ആ ആൻസറിനെ നമ്മൾ റൈറ്റ് സൈഡിൽ ഈക്വൽ ടു ഇട്ട് പറയാറുണ്ട്. ഇനി ഇതിനെ സിഗ്മ നൊട്ടേഷൻ വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ k = 1 to n AK എന്ന് എഴുതാം. അപ്പോൾ ഫൈനൈറ്റ് സമ്മിനെ നമ്മൾ ഇങ്ങനെ രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്തു, സിംബോളിക്കലി എക്സ്പ്രസ് ചെയ്തു. നമുക്ക് ഓർക്കേണ്ടത് ഫൈനൈറ്റ് സം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഡെഫിനറ്റ്ലി നമുക്കിതിനൊരു ആൻസർ കിട്ടുമെന്നാണ്, സമ്മബിൾ എന്നാണ് അല്ലേ. ബീയിങ് എ ഫൈനൈറ്റ് സം ഇറ്റ് ഈസ് സമ്മബിൾ. വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ സം. യെസ്, കിട്ടും, നമുക്ക് രണ്ടിടത്തും കിട്ടും. ഇനി അടുത്തതായിട്ട് സീരീസ് ഓഫ് നമ്പേഴ്സിൽ നമ്മളത് ഇൻഫിനിറ്റ് സീരീസാണ് പ്രധാനമായി പരിഗണിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന നമ്പേഴ്സ് A1 A2 A3 അതിങ്ങനെ സം ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും, AN പ്ലസ് എക്സെട്ര. അപ്പോൾ ആ ഒരു ഫോർമൽ എക്സ്പ്രഷനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് സീരീസ് ഓഫ് നമ്പേഴ്സ് A1 A2 എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനെ ഓൾട്ടർനേറ്റ്ലി നമുക്ക് സിഗ്മ സീരീസ്, സിഗ്മ നൊട്ടേഷൻ വെച്ചും പറയാം. സിഗ്മ k = 1 to ∞ AK എന്ന് പറയാം. അപ്പം ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലുള്ള ഒരു ഫോർമൽ എക്സ്പ്രഷനാണ്. പക്ഷേ ഇവിടെ വ്യത്യാസമുള്ളത് ഫൈനൈറ്റ് കേസിൽ നമുക്ക് സമ്മബിലിറ്റി കിട്ടിയതുപോലെ ഇൻഫിനിറ്റ് കേസിൽ സമ്മബിലിറ്റി കിട്ടണമെന്നില്ല. അതായത് ഫൈനൈറ്റ് കേസിൽ നമുക്കൊരു നമ്പർ S കിട്ടി എന്ന് പറഞ്ഞു, അതേപോലെ ഒരു S ഇവിടെ കിട്ടണമെന്നില്ല. കിട്ടിയാൽ നമ്മൾ സീരീസ് സമ്മബിൾ എന്ന് പറയും. അതർവൈസ് ദ സീരീസ് ഈസ് നോട്ട് സമ്മബിൾ അല്ലെങ്കിൽ ഡൈവർജൻ്റ് എന്ന് പറയും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻ സെമസ്റ്റേഴ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സീരീസ് ഓഫ് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കൺവർജൻസിനുള്ള ടെസ്റ്റുകൾ, ക്രൈറ്റീരിയാസ്, ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അത്ര ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിവേ, നമുക്കിത് ഈ സെക്ഷനിൽ നമുക്കിത് സീരീസ് ഓഫ് നമ്പേഴ്സിൻ്റെ സ്ഥാനത്ത് സീരീസ് ഓഫ് ഫങ്ഷൻസ് ആണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ ഓരോ A1 A2 അതിൻ്റെയൊക്കെ സ്ഥാനത്ത് ഓരോ ഫങ്ഷൻസ് വരും. A1ൻ്റെ സ്ഥാനത്ത് F1 എന്നൊരു ഫംഗ്ഷൻ വരും, A2ൻ്റെ സ്ഥാനത്ത് F2 വരും. അപ്പോൾ നമുക്ക് തുടർന്ന് കിട്ടുന്ന സമ്മ് അതിനെ എങ്ങനെ എഴുതാം? F1 + F2 + എക്സെട്ര എന്ന് എഴുതേണ്ടി വരും അല്ലേ. അതായത് F1 + F2 + F3 + എക്സെട്ര എന്ന് എഴുതേണ്ടി വരും. അല്ല, സിഗ്മ നൊട്ടേഷൻ വെച്ചാണെങ്കിൽ സിഗ്മ k = 1 to ∞ FK എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ സീരീസ് ഓഫ് നമ്പേഴ്സിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ എന്ത് പരിഗണിച്ചു? സീരീസ് ഓഫ് ഫങ്ഷൻസ് പരിഗണിച്ചു. ഇനി ഈ സീരീസ് ഓഫ് ഫങ്ഷൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഓരോ ഇൻസ്റ്റൻറ്റിലും മാറിക്കൊണ്ടിരിക്കും. ഓരോ ഇൻസ്റ്റൻറ്റിലും അത് എന്തുകൊണ്ട് മാറും? ഇപ്പോൾ നമ്മളൊരു ഗിവൺ x എടുത്താൽ F1x അതനുസരിച്ചുള്ള ഒരു വാല്യൂ ആണ്. ഇനി x മാറി x' ആയാലോ പഴയ F1x ആയിരിക്കണമെന്നില്ല, അവിടെ F1(x) വരും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ടൈം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞത്. അപ്പം നമുക്കൊരു പർട്ടിക്കുലർ എക്സിൽ ഈ ദ ഹോൾ സീരീസ് എന്ത് നമുക്ക് തരുന്നു എന്ന് നോക്കാം. ഒരു പർട്ടിക്കുലർ എക്സിൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. F1(x) അതേപോലെ പ്ലസ് F2(x) പ്ലസ് F3(x) പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ എക്സിൽ നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ വാല്യൂസിനെ സം ചെയ്തതാണ്. അപ്പോൾ ഇവിടെ രണ്ടിനും വ്യത്യാസമുണ്ട്. അതായത് ഈ രണ്ട് കേസുകൾക്കും വ്യത്യാസമുണ്ട്. ഒന്നാമത്തത് ഒരു സീരീസ് ഓഫ് ഫങ്ഷൻസ് ആണെങ്കിൽ രണ്ടാമത്തത് സീരീസ് ഓഫ് ഫങ്ഷൻസ് അല്ല. ഒന്നാമത്തത് സീരീസ് ഓഫ് ഫങ്ഷൻസ് ആണെങ്കിൽ രണ്ടാമത്തത് സീരീസ് ഓഫ് ഫങ്ഷൻസ് അല്ല. എന്താ കാര്യം? രണ്ടാമത്തെ കേസിൽ ഓരോ ഫങ്ഷൻ്റെയും സ്ഥാനത്ത് ഫങ്ഷൻ വാല്യൂ ആവാൻ നിൽക്കുന്നത്. F1 is a function, but F1x is a real number. F1x is a value of the function F1. അപ്പോൾ ആ F1 ഫംഗ്ഷൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ്. അത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതൊരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ
അപ്പോൾ അതേപോലെ F2 റിയൽ നമ്പർ ആയിരിക്കും, F3 റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്നത് ഒരു സീരീസ് ഓഫ് നമ്പേഴ്സാണ്. അപ്പം ഫസ്റ്റ് വൺ സീരീസ് ഓഫ് ഫങ്ഷൻസ് ആണെങ്കിൽ സെക്കൻഡ് വൺ സീരീസ് ഓഫ് നമ്പേഴ്സാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സമ്മബിലിറ്റി അല്ലെങ്കിൽ കൺവർജൻസിലേക്ക് വരാം. ഈ ഓരോ എക്സിനും നമ്മളിപ്പോൾ കണ്ട സീരീസ് ഓഫ് നമ്പേഴ്സ്, ഓരോ എക്സിലും നമ്മൾ കണ്ട സീരീസ് ഓഫ് നമ്പേഴ്സ് കൺവെർജ് ചെയ്താൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ അനുസരിച്ച് കൺവെർജ് ചെയ്താൽ, ദാറ്റ് ഈസ് സപ്പോസ് ദാറ്റ് for each x which series converges, fkxൻ്റെ അല്ലെങ്കിൽ fnx എന്ന് പറഞ്ഞാലും മതി, അതിൻ്റെ സീരീസ് n = 1 to infinity. Suppose that for every x sigma fnx converges, then we say that നമ്മൾ ആ തുടങ്ങിയ സീരീസ്, അതായത് സിഗ്മ fn എന്ന സീരീസ് ഓഫ് ഫങ്ഷൻസ്, ഇത് സീരീസ് ഓഫ് ഫങ്ഷൻസ് ആണ്. ഈ സീരീസ് ഓഫ് ഫങ്ഷൻസ് കൺവെർജ് ചെയ്യും എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? ഓരോ എക്സിലും കറസ്പോണ്ടിങ് സീരീസ് ഓഫ് നമ്പേഴ്സ് കൺവെർജ് ചെയ്താൽ. അങ്ങനെ ഓരോ എക്സിലും ഈ പറഞ്ഞ സിഗ്മ fnx കൺവെർജ് ചെയ്താൽ മറുവശത്ത് നമ്മൾ എന്ത് പറയും? സിഗ്മ fn എന്ന സീരീസ് ഓഫ് ഫങ്ഷൻസ് കൺവെർജ് ചെയ്യുമെന്ന് പറയും. ഇനി ഇത് എല്ലാ എക്സിനും സംഭവിക്കാതെ ഒരു ഡൊമൈൻ്റെ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ, ഫോർ എക്സാമ്പിൾ എ എന്ന ഒരു സബ്സെറ്റിലാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മളെന്ത് പറയും? സിഗ്മ fn കൺവെർജസ് ഓൺ എ എന്നേ പറയാവൂ. കാരണം എയിലെ ഓരോ എക്സുകൾക്കുമാണ് സിഗ്മ fnx കൺവെർജ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറയും സിഗ്മ fn കൺവെർജസ് ഓൺ എ എന്ന് പറയും. ഓക്കെ. അപ്പോൾ സീരീസ് ഓഫ് നമ്പേഴ്സിൻ്റെ കൺവെർജൻസ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തു എന്ന് കൂടി നോക്കാം. sigma n = 1 to infinity an converges if Sn = sigma k = 1 to n ak, അതായത് പാർഷ്യൽ സം, സീരീസിൻ്റെ ഫസ്റ്റ് n ടേംസിൻ്റെ സം. ആ ഫസ്റ്റ് n ടേംസ് എന്നുള്ളത് ഫസ്റ്റ് ടേം ആകാം, ഫസ്റ്റ് 2 ടേംസിൻ്റെ സം ആകാം. അങ്ങനെ നമുക്ക് ഒരു സീക്വൻസ് കിട്ടുമല്ലോ, S1 S2 S3 എക്സെട്ര. നമ്മൾ സീക്വൻസിനെ കുറിച്ച് ആണ് ആദ്യം പഠിച്ചത്, അതുകൊണ്ടാണ് സീരീസിൻ്റെ കാര്യങ്ങളെ സീക്വൻസിലേക്ക് മാറ്റി പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സീരീസിൻ്റെ ഈ കൺവെർജൻസ് നമ്മൾ ഈ സീക്വൻസ് വെച്ച് പറയുന്നു. അതായത് ഈ പറഞ്ഞ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം, ഇഫ് ദിസ് സീക്വൻസ് കൺവെർജസ് വി സേ ദാറ്റ് ദ സീരീസ് കൺവെർജസ്. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഒന്നുകൂടി ഞാൻ റീകോൾ ചെയ്തതാണ്. ഇനി നമുക്ക് നമ്മുടെ കോണ്ടെക്സ്റ്റിലുള്ളത് ഞാൻ പറഞ്ഞു സീരീസ് ഓഫ് ഫങ്ഷൻസ് ആണെന്ന് പറഞ്ഞു. അതായത് സിഗ്മ fnx ആണ്, വേർ n = 1 to infinity. അപ്പോൾ ഇവിടെയും കൺവെർജൻസിന് നമ്മൾ എന്ത് ഫോം ചെയ്യണം? കൺവെർജൻസ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ പാർഷ്യൽ സംസ് ഫോം ചെയ്യണം. അപ്പോൾ ഇവിടെ Sn എന്നല്ല പറയേണ്ടത്, എക്സിനനുസരിച്ച് മാറാവുന്നത് കൊണ്ട് Sn of x എന്ന് പറയും. So that is again the sum of the first n terms. k = 1 to n എടുത്തിട്ട് fk of x പറഞ്ഞാൽ മതി. ഇനി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്മ fn കൺവെർജസ് ഉള്ളത് എങ്ങനെ പറയും? സിഗ്മ fn കൺവെർജസ് if snx converges, sequence of partial sum converges for each x. കാരണം ഫങ്ഷൻസിൻ്റെ കൺവെർജൻസ് കിട്ടണമെങ്കിൽ ഓരോ പർട്ടിക്കുലർ എക്സിലും അത് കിട്ടണം. അപ്പം Snx എന്ന സീക്വൻസ് കൺവെർജ് ചെയ്യുന്നു ഫോർ എവരി എക്സ്. അപ്പോൾ നമ്മൾ പറയും സിഗ്മ fn എന്ന സീരീസ് ഓഫ് ഫങ്ഷൻസ് കൺവെർജ് ചെയ്യുമെന്ന് പറയും. ഇനി ഈ സീക്വൻസ് യൂണിഫോമായി കൺവെർജ് ചെയ്താൽ, നമുക്കറിയാമല്ലോ സീക്വൻസ് ഓഫ് ഫങ്ഷൻസിൻ്റെ യൂണിഫോം കൺവെർജൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇഫ് Snx converges uniformly,
അപ്പം നമ്മൾ ആ സീരീസ് ഓഫ് ഫങ്ഷൻസിൻ്റെ കൺവെർജൻസിനെ അതിനും ഒരു സ്പെഷ്യാലിറ്റി കൊടുത്ത് പറയണ്ടേ. then we say that sigma fn also converges uniformly എന്ന് പറയും. converges uniformly എന്ന് പറയും. അപ്പോൾ എപ്പോഴും ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത് സീരീസിൻ്റെ കൺവെർജൻസിനെ സീക്വൻസ് വെച്ച് വേണം പറയാൻ. ഏത് സീക്വൻസ് വെച്ചിട്ട്? സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് വെച്ചിട്ട്. ഓക്കെ. അപ്പം എസ് എൻ എക്സ് ഓരോ തവണയും ഓരോ എക്സിനും കൺവെർജ് ചെയ്താൽ നമ്മൾ സിഗ്മ എഫ് എൻ എന്ന സീരീസ് കൺവെർജ് ചെയ്യൂ എന്ന് പറയും. ഇനി ആ എസ് എൻ എക്സ് വെറുതെ കൺവെർജ് ചെയ്യുകയല്ല, യൂണിഫോമായിട്ട് കൺവെർജ് ചെയ്താൽ അപ്പോഴും നമ്മൾ സീരീസ് യൂണിഫോമായിട്ട് കൺവെർജ് ചെയ്യുന്നെന്ന് പറയും. അപ്പം സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ സീരീസിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് കാണേണ്ടത്. യൂണിഫോം കൺവെർജൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ യൂസ്ഫുൾ റിസൾട്ട്സ് നമുക്കുണ്ട്. അതിലാദ്യത്തെ റിസൾട്ടാണ് 942. അത് വെറും കൺവെർജൻസിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല, പക്ഷേ യൂണിഫോം കൺവെർജൻസിൽ അത് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസാണ്. ഫങ്ഷൻസിൻ്റെ ചില ക്വാളിറ്റീസ് ഉണ്ടല്ലോ, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഇൻറ്റഗ്രബിലിറ്റി, ഇതൊക്കെ കമ്പോണൻറ്റ് ഫങ്ഷൻസിൽ നിന്ന് സം ഫങ്ഷനിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇപ്പോൾ സിഗ്മ എഫ് എൻ കൺവെർജസ്, സപ്പോസ് ദാറ്റ് സിഗ്മ എഫ് എൻ കൺവെർജസ്. അപ്പോൾ ആ സമ്മ് നമുക്ക് എസ് എന്ന് എഴുതാമല്ലോ കൺവെർജ് ചെയ്താൽ. അപ്പോൾ ഓർക്കേണ്ടത് ഓരോ എഫ് എന്നും ഓരോ എഫ് എന്നും ഫങ്ഷനാണ്. അപ്പോൾ നമുക്ക് സം ചെയ്ത് കിട്ടുന്ന എസ്സും ഒരു ഫങ്ഷനാണ്. അപ്പം ഇനിയാണ് ചില ചോദ്യങ്ങൾ വരുന്നത്. ഒന്ന്, ഓരോ എഫ് എന്നും കണ്ടിന്യൂസ് ആണെങ്കിൽ എസ് കണ്ടിന്യൂസ് ആകുമോ? ഓരോ എഫ് എന്നും ഡിഫറൻഷ്യബിൾ ആകണമെങ്കിൽ എസ് ഡിഫറൻഷ്യബിൾ ആകുമോ? ഓരോ എഫ് എന്നും ഇൻ്റഗ്രബിൾ ആകുമെങ്കിൽ എസ് ഇൻ്റഗ്രബിൾ ആകുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് തുടർന്നുള്ള തിയറങ്ങളിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഇവിടെ സം ഫംഗ്ഷൻ എസ്സിനെ എഫ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ എസ് എന്നുള്ള പേരിൻ്റെ ആവശ്യമില്ല. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ദിസ് സീരീസ് കൺവെർജസ് ടു എഫിലേക്ക് കൺവെർജ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സിഗ്മ എഫ് എൻ ഈക്വൽ ടു എഫ് ആണ്. അപ്പോൾ നമുക്ക് പ്രൂഫ് അങ്ങനെ ചെയ്ത് തുടങ്ങാം. given that sigma fn equal to f. ഇനി what does it mean? sigma fn equal to f എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? this implies that sn converges to f, അല്ലെങ്കിൽ sn of x converges to f of x for every x belongs to d. d എന്ന ഡൊമൈനിലെ എസ് എൻ എക്സുകൾ എഫ് ഓഫ് എക്സിലേക്ക് കൺവെർട്ട് ചെയ്യും. അപ്പോൾ ആൾ ഓഫ് എ സഡൻ ഈ എസ് എൻ എക്സ് എവിടെ നിന്ന് വന്നു? നമ്മുടെ ഡേറ്റ എന്താണ്? സിഗ്മ എഫ് എൻ ഈക്വൽ ടു എഫ് എന്നല്ലേ. അപ്പോൾ അതിൽ എസ് എൻ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എസ് എൻ ആരാണെന്ന് പറയണം. വേർ എസ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ, നേരത്തെ പറഞ്ഞതാണ്, കെ ഈക്വൽ ടു 1 to n എഫ് കെ ഓഫ് എക്സ്. അപ്പം ഈ നൊട്ടേഷൻ വെച്ചിട്ട് എസ് എൻ എക്സ് കൺവെർജ് ചെയ്താൽ ആണ് നമ്മൾ എഫ് സീരീസ് കൺവെർജ് ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ എസ് എൻ എക്സ് എഫ് ഓഫ് എക്സിലേക്ക് കൺവെർജ് ചെയ്താൽ ആ എഫിലേക്ക് തന്നെ സീരീസ് കൺവെർജ് ചെയ്തു എന്ന് നമ്മൾ പറയും. ഓക്കെ. ഇനി എന്താണ് ഗിവൺ? ഓൾസോ ഗിവൺ ദാറ്റ് ഈച്ച് എഫ് എൻ ഈസ് കണ്ടിന്യൂസ്. Therefore Sn is also continuous. കാരണം എന്താണ്? Sn എന്നുള്ളത് കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെ ഒരു ഫൈനൈറ്റ് സമ്മാണ്. അപ്പം അത് കണ്ടിന്യൂസ് ഫങ്ഷൻസിനെ ആഡ് ചെയ്താൽ കണ്ടിന്യൂസ് ഫങ്ഷൻ കിട്ടും നമുക്കറിയാം. അതുകൊണ്ട് Sn കണ്ടിന്യൂസ് ആണ്. ഓക്കെ. ഇനി എഫ് എൻ കൺവെർജസ് ടു എഫ് യൂണിഫോംലി എന്നാണ്. എഫ് എൻ കൺവെർജസ് ടു എഫ് യൂണിഫോംലി എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് നൊട്ടേഷൻ ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ, 2 ആരോ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എഫ് എൻ കൺവെർജസ് ടു എഫ് യൂണിഫോംലി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ദിസ് മീൻസ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവെർജസ് ടു എഫ് യൂണിഫോംലി ആണല്ലോ ഡെഫിനിഷൻ. സീരീസിൻ്റെ യൂണിഫോം കൺവെർജൻസിന് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൻ്റെ യൂണിഫോം കൺവെർജൻസ് വേണം. അപ്പോൾ Sn converges to F uniformly. But each Sn is continuous. And the convergence is uniform.
convergence is uniform, therefore the limit function is also continuous. ഇത് നമ്മൾ മുന്നേ പഠിച്ച ഒരു ചാപ്റ്ററിലെ റിസൾട്ടാണ്. ഞാൻ ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിയറം 822 8ാമത്തെ ചാപ്റ്ററിലെ റിസൾട്ടാണ്. കൺവെർജൻസ് യൂണിഫോം ആണെങ്കിൽ ലിമിറ്റ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും, പ്രൊവൈഡഡ് ദ സീക്വൻസ് ഈസ് എ സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. ഓരോ ടേമും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ലിമിറ്റ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെന്നുള്ളത് ആ തിയറം ഞാൻ അവിടെ എഴുതാം. ബൈ തിയറം 822. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ലിമിറ്റ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെന്ന് കിട്ടും. അടുത്ത തിയറം 943. സപ്പോസ് ദാറ്റ് സെയിം കേസ് തന്നെ, സിഗ്മ എഫ് എൻ കൺവെർജസ് ടു എഫ് യൂണിഫോംലി. സിഗ്മ എഫ് എൻ കൺവെർജസ് ടു എഫ് യൂണിഫോംലി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ആസ് പെർ ദ ഡെഫിനിഷൻ എസ് എൻ കൺവെർജസ് ടു എഫ് യൂണിഫോംലി എന്ന് വരും അല്ലേ. സോ ദിസ് ഈസ് ഗിവൺ വെയർ എസ് എൻ എന്താണെന്ന് എക്സ് വെച്ച് പറയണം. വെയർ എസ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് കെ ഓഫ് എക്സ്. ഇത് തന്നിട്ടുണ്ട്. ഇനി ഓരോ എഫ് കെയും ഈ ഡെഫിനിഷനിൽ നമ്മൾ നോക്കേണ്ടത്, സിൻസ് ഈച്ച് എഫ് കെ ഈസ് ഇൻ്റഗ്രബിൾ, റീമാൻ ഇൻ്റഗ്രബിൾ ഓൺ എ ബി, സോ ഈസ് എസ് എൻ. അതായത് എസ് എന്നും എ ബിയിൽ റീമാൻ ഇൻ്റഗ്രബിൾ ആവും. മോറോവർ ഇൻ്റഗ്രൽ എ ടു ബി എസ് എൻ എന്നുള്ളത് സിഗ്മ കെ ഈക്വൽ ടു 1 to n ഇൻ്റഗ്രൽ എ ടു ബി എഫ് കെ ആവും. കാരണം എഫ് കെകളുടെ സമ്മാണല്ലോ എസ് എൻ. അപ്പം 2, 3 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ ഇനി ഫൈനൈറ്റ് നമ്പർ ഓഫ് ഫങ്ഷൻസിൻ്റെ സമ്മ് ഇൻ്റഗ്രബിൾ ആയി കഴിഞ്ഞാൽ ആ ഇൻ്റഗ്രൽ ഓരോന്നിൻ്റെ ഇൻ്റഗ്രൽ കണ്ട് സം ചെയ്താൽ മതി. ഓക്കെ. ഇനി നിങ്ങൾ ഓർക്കേണ്ടത് യൂണിഫോം കൺവെർജൻസിൻ്റെ അനദർ യൂസ്ഫുൾ റിസൾട്ട്, ഇൻ്റഗ്രേഷൻ്റെ ഇതേപോലെ യൂണിഫോം കൺവെർജൻസുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ട് 824 ഉണ്ട്. ബൈ തിയറം 824 എസ് എൻ യൂണിഫോംലി കൺവെർജസ് ടു എഫ് ആണെങ്കിൽ ഇൻ്റഗ്രൽ എസ് എൻ കൺവെർജസ് ടു ഇൻ്റഗ്രൽ എഫ് ആയിരിക്കും. അതായത് എഫ് ഇൻ്റഗ്രബിൾ ആവുകയും ചെയ്യും. എഫ് ഈസ് ഇൻ്റഗ്രബിൾ എന്നും പറയാം, എഫ് ഈസ് ഇൻ്റഗ്രബിൾ ഓൺ എ ബി എന്നും പറയാം, ആൻഡ് ഇൻ്റഗ്രൽ എസ് എൻ കൺവെർജസ് ടു ഇൻ്റഗ്രൽ എഫ് എന്നും പറയാം. നമ്മൾ പഠിച്ച ചാപ്റ്ററിലെ റിസൾട്ടാണ്. ഇനി ഇൻ്റഗ്രൽ എസ് എൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ നേരത്തെ എഴുതിയല്ലോ, സിഗ്മ കെ ഈക്വൽ ടു 1 to n ഇൻ്റഗ്രൽ എ ടു ബി എഫ് കെ ആണ്. അപ്പോൾ ഇതാണ് ഇൻ്റഗ്രൽ എഫിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ. ദെയർഫോർ ഈ സീരീസിനെ, ഈ ഫൈനൈറ്റ് സീരീസിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എന്നാക്കാം. എന്നിട്ട് റിസൾട്ട് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് എന്ന് പറയാം. ഇതാണ് നമുക്ക് അവിടെ തെളിയിക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു റിസൾട്ട് കൂടെ ഉള്ളായിരുന്നു പഠിപ്പിക്കാൻ. പക്ഷേ ഇത് ബേസിക്കലി നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്ത ഒരു സെക്ഷനിലെ റിസൾട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് പരീക്ഷയ്ക്ക് നോർമലി ചോദിക്കില്ല. അഥവാ ഇനി ചോദിച്ചാലും വാല്യുവേഷൻ അത് പരിഗണിക്കേണ്ടതാണ്. അതായത് നിങ്ങൾ S5 ഇൻട്രൊഡക്ഷൻ ടു ഇൻഫിനിറ്റ് സീരീസ് എന്നൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, അത് പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിലെ റിസൾട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പ്രൂഫ്. എങ്കിലും ഞാനതിൻ്റെ പ്രൂഫ് കൂടെ പറയുന്നു, കാരണം ഇതോടെ ആകുമ്പോൾ ആ സെക്ഷൻ കംപ്ലീറ്റ് ആകും. ഒരു സീരീസ് ഓഫ് ഫങ്ഷൻസ് യൂണിഫോംലി കൺവെർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ടെസ്റ്റായിട്ട് ഇതിനെ കാണാം. അതായത് സിഗ്മ എഫ് എൻ ഈസ് യൂണിഫോംലി കൺവെർജൻറ്റ് ഇഫ് സിഗ്മ എം എൻ ഈസ് ജസ്റ്റ് കൺവെർജൻറ്റ്. സിഗ്മ എം എൻ എന്നുള്ളത് ഒരു സീരീസ് ഓഫ് നമ്പേഴ്സാണ്. അപ്പോൾ അതിന് കൺവെർജൻസ് ഓർ ഡൈവർജൻസ് മാത്രമല്ലേ പറയാനുള്ളൂ. അപ്പോൾ ആ സിഗ്മ എം എൻ കൺവെർജൻ്റ് ആണെങ്കിൽ സിഗ്മ എഫ് എൻ അത് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആയതുകൊണ്ട് അവിടെ നമുക്ക് യൂണിഫോം കൺവെർജൻസിനെ കുറിച്ച് പറയാം. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ യൂണിഫോംലി കൺവെർജൻ്റ് ആയിരിക്കും എന്നാണ് ഈ ടെസ്റ്റ് പറയുന്നത്.
ലെറ്റ് us proceed to prove it. Suppose that sigma mn is convergent. അതാണല്ലോ അസംഷൻ. അപ്പോൾ അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്നതിന് ഇവിടെ എസ് എൻ ഡാഷ് എന്നാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ ആ എസ് എൻ ഡാഷ് കൺവെർജൻ്റ് ആയിരിക്കും. എസ് എൻ ഡാഷ് കൺവെർജൻ്റ് ആണെങ്കിൽ എസ് എൻ ഡാഷ് കോഷി ആയിരിക്കുമല്ലോ. അപ്പോൾ ആ കോഷി പ്രോപ്പർട്ടിയാണ് അടുത്തതായിട്ട് ഞാൻ എഴുതുന്നത്. കോഷി പ്രോപ്പർട്ടി. ഇനി ഈ എം ഗ്രേറ്റർ ദാൻ എൻ എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് എസ് എം ഡാഷ് മൈനസ് എസ് എൻ ഡാഷ് കമ്പ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എസ് എം ഡാഷ് എന്ന് പറയുമ്പം കുറച്ചുകൂടി വലിയൊരു പാർഷ്യൽ സമ്മാണ്. അതിൽ നിന്ന് ചെറിയ പാർഷ്യൽ സം കുറയ്ക്കുമ്പം ആ ഇൻ ബിറ്റ്വീനുള്ള ടേംസ് കിട്ടും. അതാണ് ആ ഇൻ ബിറ്റ്വീൻ ടേംസ് എം എൻ പ്ലസ് 1 ടു എം എം. അപ്പോൾ ആ സമ്മാണ് നമുക്കപ്പോൾ ലെസ് ദാൻ എപ്സിലോൺ കിട്ടുന്നത്. ഇനി നമുക്കറിയാം മോഡ് എഫ് എൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൻ, ദാറ്റ് ഈസ് ഗിവൺ. അത് വേണം നമുക്ക് എഴുതാം, ഞാൻ എഴുതിയിട്ടില്ല. ദാറ്റ് ഈസ് ഗിവൺ മോഡ് എഫ് എൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൻ. അപ്പം ഈ പ്രോപ്പർട്ടി കിട്ടും. കാരണം ഓരോ മോഡുലസ് ഫംഗ്ഷനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു കറസ്പോണ്ടിങ് എം വാല്യൂ ആണ്. ഇനി ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ച് ഈ തൊട്ട് മുകളിൽ പറഞ്ഞ മോഡുലസ് സം ഓഫ് ദ മോഡുലസിനേക്കാൾ സ്മോളറാണ് മോഡുലസ് ഓഫ് ദ സം. അപ്പോൾ അങ്ങനെ എഴുതി. ഇനി ആ മോഡുലസിനകത്ത് ആ സമ്മിനെ നമുക്ക് വീണ്ടും ഒരു ഡിഫറൻസ് ആയിട്ട് കാണാം. ഡിഫറൻസ് ഓഫ് എസ് എം ആൻഡ് എസ് എൻ, വേർ എസ് എം എക്സ് ആൻഡ് എസ് എൻ എക്സ്. അത് എന്താണ്? എഫ് എൻ എക്സുകളുടെ പാർഷ്യൽ സം, സിഗ്മ എഫ് എന്നിൻ്റെ പാർഷ്യൽ സം. അതിലോട്ട് നമ്മൾ മാറുന്നു. അതിലോട്ട് മാറിക്കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? സീക്വൻസ് എസ് എൻ എക്സ് ഈസ് കോഷി എന്ന് കിട്ടും ഫോർ എവരി എക്സ്. ഹെൻ സീക്വൻസ് എസ് എൻ എക്സ് ഈസ് കൺവെർജൻറ്റ് ഫോർ എവരി എക്സ്. അപ്പോൾ ഓരോ എക്സിനും നമുക്കൊരു ലിമിറ്റ് ഫംഗ്ഷൻ ഉണ്ടാകും. നമ്മളതിനെ എസ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. കൂടാതെ ഈ ഇനിക്വാളിറ്റിയെ 1 എന്ന് വിളിച്ചു. അപ്പോൾ എസ് ഓഫ് എക്സിനെ നമ്മൾ ഇങ്ങനെ കണ്ടെത്തി. അപ്പോൾ എസ് എൻ എക്സ് കൺവെർജസ് ടു എസ് ഓഫ് എക്സ്. ഇനി ഈ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് നമ്മൾ ഇനിക്വാളിറ്റി 1ൽ അപ്ലൈ ചെയ്താൽ നമുക്കിങ്ങനെ കിട്ടും. എസ് എൻ എക്സിൻ്റെ സ്ഥാനത്ത് എസ് ഓഫ് എക്സ് വരും. സോ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഡി യു ഗെറ്റ് ദിസ് ഇനിക്വാളിറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എസ് എം എക്സ് എസ് ഓഫ് എക്സിലേക്ക് കൺവെർജ് ചെയ്യുന്നത് യൂണിഫോം ആണെന്നല്ലേ, യൂണിഫോം കൺവെർജൻസ് ആണെന്നല്ലേ. സോ യു ഗെറ്റ് എസ് എൻ എക്സ് കൺവെർജസ് ടു എസ് ഓഫ് എക്സ് യൂണിഫോംലി എന്ന് കിട്ടും. അതിനർത്ഥം എസ് എൻ എക്സ് ആരുടെ പാർഷ്യൽ സംസ് ആണ്? സിഗ്മ എഫ് എൻ എക്സിൻ്റെ പാർഷ്യൽ സംസ് ആണ്. അപ്പോൾ സിഗ്മ എഫ് എൻ കൺവെർജസ് യൂണിഫോംലി ടു എസ് എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ.